വീടിൻ്റെ വാസ്തു അല്ലെങ്കിൽ ഫെങ്ഷുയി നോക്കുമ്പോൾ ആ വീട്ടിലെ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മളൊരു വീട് വയ്ക്കുന്നുണ്ട്. വീട് വയ്ക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. എനിക്കൊരു വീട് വയ്ക്കുന്നു. എനിക്കൊരു വീട് വയ്ക്കുമ്പോഴത്തേക്ക് തന്നെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടല്ല വീട് വയ്ക്കുന്നത്. എല്ലാവർക്കും താമസിക്കാൻ പറ്റിയ ഏറ്റവും പ്രോസ്പെരിറ്റി തരുന്ന ഒരു വീടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം താമസിച്ചു, എൻ്റെ കാലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മകന് ആ വീട് കിട്ടും. അപ്പം അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ മാറ്റാൻ പറ്റുമോ? അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം എല്ലാവർക്കും താമസിക്കാനും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു വീടുമാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ കണക്കുകൾ എടുത്തുകൊണ്ട് അതിൻ്റെ വാതിലുകളും മറ്റും ബെഡ്റൂമുകളും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫ്ലൈയിങ് സ്റ്റാർ എന്താണെന്ന് ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ബാക്കിലുള്ള ഒരു 3-4 വീഡിയോ കണ്ടു നോക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ പറയാൻ വരുന്നത്, പലരുടെയും ചോദ്യം, സാറേ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ എൻ്റെ കുവാ നമ്പരും എൻ്റെ വീടുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അതനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. ഉറപ്പായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇവിടെ രഞ്ജിത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്താണ് ഞാൻ എഴുതിയേക്കുന്നത്, 10/10/1974. അപ്പം ഈ രഞ്ജിത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നിട്ട് നമുക്കൊരു കുവാ നമ്പർ ഉണ്ട്. അതായത് ലോകത്തുള്ള എല്ലാവർക്കും ഒരു കുവാ നമ്പർ ഉണ്ട്. ഇപ്പൊ ഈ കുവാ നമ്പർ കണ്ടുപിടിക്കുന്ന വിധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. കുവാ നമ്പർ, KUA, കുവാ നമ്പർ. അപ്പം ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ള രഞ്ജിത്തിന്റെ കുവാ നമ്പർ എത്രയെന്നാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ആ കുവാ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് അവസാനത്തെ 2 ഡിജിറ്റുകൾ തങ്ങളെ കൂട്ടണം. അതായത് 1974 7+4 എത്ര കിട്ടും? 11 കിട്ടും. അപ്പം അത് ഒരു സിംഗിൾ ഡിജിറ്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1+1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 കിട്ടി. അപ്പൊ ഈ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നും അവസാനത്തെ 2 നമ്പറുകൾ കൂട്ടിയെടുക്കുമ്പോൾ 2 കിട്ടി. ഇത് രഞ്ജിത്ത് ജെൻസ് ആണ്. അപ്പം 10ൽ നിന്ന് ഈ 2 കുറയ്ക്കുന്നു. 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടി? 8 കിട്ടി. ഇതാണ് രഞ്ജിത്തിന്റെ കുവാ നമ്പർ. രഞ്ജിത്തിന്റെ കുവാ നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പൊ രഞ്ജിത്തിന്റെ കുവാ നമ്പർ കണ്ടുപിടിച്ചു, 8 ആണ്. ഇനി ഓരോ കുവാ നമ്പർക്കാർക്കും 4 ദിക്ക് ഭാഗ്യവും 4 ദിക്ക് ദോഷവുമാണ്. അപ്പൊ രഞ്ജിത്തിന്റെ കുവാ നമ്പർ പ്രകാരം രഞ്ജിത്തിന് ഭാഗ്യമുള്ള ഒരു 4 ദിക്കുണ്ടല്ലോ. മൊത്തത്തിൽ നമുക്ക് എത്ര ദിക്കുകളാണുള്ളത്? 8 ദിക്ക്. രഞ്ജിത്തിന് ഭാഗ്യമുള്ള 4 ദിക്കുകൾ ഇപ്രകാരമാണ്. 1 സൗത്ത് വെസ്റ്റ്. ഇതിൻ്റെ ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം തന്നെ ഞാൻ ഇവിടെ എഴുതുകയാണ്. 1 സൗത്ത് വെസ്റ്റ്, 2 എന്ന് പറയുന്നത് നോർത്ത് വെസ്റ്റ്, 3 വെസ്റ്റ്, 4 നോർത്ത് ഈസ്റ്റ്. അപ്പൊ രഞ്ജിത്തിന്റെ ഭാഗ്യമുള്ള 4 ദിക്കുകൾ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ആണ്. ഇതിൽ ഒന്നാമത് എഴുതിയാക്കുന്ന ദിക്ക് രഞ്ജിത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും കിട്ടുന്ന ദിക്കാണ്. ഓൾ പ്രോസ്പെരിറ്റി ദിക്കാണ് രഞ്ജിത്തിന് സൗത്ത് വെസ്റ്റ്. അപ്പോൾ രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദിക്കിൽ പ്രധാന ബെഡ്റൂം വരികയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഈ ദിക്കിലോട്ട് തലവച്ച് കിടക്കുകയാണെങ്കിൽ നല്ലതാണ്. ഈ ദിക്കിലോട്ട് നോക്കിയിരിക്കുകയാണെങ്കിൽ നല്ലതാണ്. രഞ്ജിത്തിന്റെ പ്രധാന വാതിൽ ഈ ദിക്കിൽ വരികയാണെങ്കിലും രഞ്ജിത്തിന് നല്ലതാണ്. ഇത് ഈ ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇനി രഞ്ജിത്തിന്റെ രണ്ടാമത്തെ ദിക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഹെൽത്ത് മെച്ചപ്പെടുത്താനായിട്ട് നല്ല ദിക്കാണ്. ആരോഗ്യത്തിന്റെ ദിക്കായിട്ടാണ് ഫെങ്ഷുയിൽ രണ്ടാമത്തെ ദിക്കിനെ കണക്കാക്കുന്നത്. മൂന്നാമത്തെ ദിക്കിനെ കണക്കാക്കുന്നതെങ്കിൽ എന്റെ മൂന്നാമത്തെ ദിക്കായിരിക്കില്ല നിങ്ങളുടെ മൂന്നാമത്തെ ദിക്ക്. ഈ ഓർഡർ പ്രകാരമാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ ദിക്ക് എന്ന് പറയുന്ന ലവിന്റെ റിലേഷൻഷിപ്പിന്റെ ദിക്കാണ്. ലവ് ആൻഡ് റിലേഷൻഷിപ്പിന്റെ ദിക്കാണ് മൂന്നാമത്തെ ദിക്ക്. നാലാമത്തെ ദിക്ക് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെയും തൊഴിലിന്റെയും ദിക്കാണ്. നാലാമത്തെ ദിക്കായ നോർത്ത് ഈസ്റ്റ്. അപ്പൊ രഞ്ജിത്ത് ഒരു വീട് വെക്കുന്നു. അപ്പൊ അവിടെ നമുക്ക് ഇതിൽ എങ്ങനെ നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, രഞ്ജിത്ത് വീട് വെക്കുമ്പോൾ വീടിനെ ഞാനൊരു സ്ക്വയർ ഷേപ്പിലേക്ക് കൊണ്ടുവന്നു. ഇതിനെ കറക്റ്റ് 9 കളങ്ങളാക്കി തിരിച്ചു. എന്നിട്ട് ദിക്കുകൾ എഴുതുന്നു. സൗത്ത് എഴുതി, നോർത്ത് എഴുതി, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, അടുത്തത് നോർത്ത് ഈസ്റ്റ്. അപ്പം ഇത് രഞ്ജിത്തിന്റെ ഭാഗ്യ ദിക്കാണ്. ഭാഗ്യ ദിക്കുകൾ ഇതിന് ഏതൊക്കെയാണ്? ഇത് ഒന്നാമത്തെ ദിക്ക്, ഇത് രണ്ടാമത്തെ ദിക്ക്, ഇത് മൂന്നാമത്തെ ദിക്ക്, ഇത് നാലാമത്തെ ദിക്ക്. ഈ വീട്ടിൽ ഈ 4 ദിക്കുകളാണ് രഞ്ജിത്തിന്റെ ഭാഗ്യ ദിക്കുകൾ. അങ്ങനെയാണെങ്കിൽ ഈ ദിക്കിൽ രഞ്ജിത്തിന് ബെഡ്റൂം കൊണ്ടുവരാം, ഈ ദിക്കിൽ രഞ്ജിത്തിന് പ്രധാന ഡോറും കൊണ്ടുവരാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇത് പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രഞ്ജിത്തിന്റെ ഒരു വീടാണെങ്കിൽ രഞ്ജിത്തിന് ഈ ഒന്നാമത്തെ ദിക്കിൽ അദ്ദേഹത്തിന്റെ മാസ്റ്റർ ബെഡ്റൂം കൊണ്ടുവന്ന് അത് ഉപയോഗിക്കാം.
ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ദിക്കിൽ ഇദ്ദേഹത്തിന്റെ ലിവിംഗ് റൂം കൊണ്ടുവന്നിട്ട് മെയിൻ ഡോർ ഇവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ബാക്കി ദിക്കിൽ ഇദ്ദേഹത്തിന് ബെഡ്റൂമും കിട്ടി, പ്രധാന വാതിലും കിട്ടി. അതേസമയം ഇത് കിഴക്ക് ദർശനമായിട്ടുള്ള വീടാണെങ്കിലോ അവിടെയും ഈ സ്ഥലം മാസ്റ്റർ ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം. എൻട്രൻസ് നമുക്ക് എവിടെ കൊടുക്കാം? നോർത്ത് ഈസ്റ്റിൽ കൊടുക്കാം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലുള്ള റൂമുകൾ ഇദ്ദേഹത്തിന് ഉപയോഗിക്കാം, ബെഡ്റൂമായിട്ടും പ്രധാന വാതിലായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കിലുള്ള റൂമുകൾ ഇദ്ദേഹത്തിന് ഉപയോഗിക്കാം, ബെഡ്റൂമായിട്ടും പ്രധാന വാതിലായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ഓഫീസ് ഉണ്ട്. ഇദ്ദേഹത്തിന്റെ ഇവിടെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെസ്റ്റിൽ ഇരിക്കുന്നു എന്ന് കരുതുക. ഇദ്ദേഹത്തിന് വെസ്റ്റിൽ ഇരിക്കുമ്പോൾ ഇപ്പം സൗത്ത് വെസ്റ്റ് കോർണറിൽ ഇദ്ദേഹത്തിന് ഇരിക്കാം. ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഇരിക്കുമ്പോൾ ഒരല്പം ടിൽറ്റ് ചെയ്തിരിക്കാം. ടിൽറ്റ് ചെയ്യുമ്പോൾ എങ്ങോട്ട് വരും? അത് നോർത്ത് ഈസ്റ്റിലേക്ക് വരും. എന്തുകൊണ്ടാണ് നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കാന്ന് പറഞ്ഞത്? ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ആ റൂമിൽ ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കായ കന്നിമൂലയിൽ ഇരിക്കുകയും ഇദ്ദേഹത്തിന്റെ ഭാഗ്യ ദിക്കായ നോർത്ത് ഈസ്റ്റിലോട്ട് നോക്കിയിരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഒരു ഭാഗ്യ ദിക്ക് തെരഞ്ഞെടുക്കുന്നതെന്നും അത് ഉപയോഗപ്പെടുത്തുന്നതെന്നും മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പൊ ഈ രീതിയിൽ നോക്കിയിരിക്കാം. ഇനി ഇദ്ദേഹത്തിന് ഈ റൂമുകളിൽ കിടക്കുന്നത് എങ്ങോട്ട് തലവെച്ച് കിടക്കാൻ പറ്റും? ഇദ്ദേഹത്തിന് ഭാഗ്യ ദിക്കുകൾ സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന് കട്ടിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇട്ട് കിടക്കണമെങ്കിൽ ഇദ്ദേഹത്തിന് ഒരേ ഒരു ദിക്ക് മാത്രമേ ഈ ബെഡ്റൂമിൽ കിട്ടൂ, അത് വെസ്റ്റ് ഫേസിംഗ് ആണ്. അപ്പൊ ഈ ബെഡ്റൂമിലാണെങ്കിൽ പടിഞ്ഞാറോട്ട് തല വെച്ച് ഇദ്ദേഹത്തിന് ഇവിടെ കിടക്കാം. അപ്പോൾ ഇയാളുടെ ഗുഡ് ഡയറക്ഷനിൽ വെസ്റ്റ് ഉണ്ട്, അങ്ങനെ കിടക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വരും? കട്ടില് ഡയഗണലായിട്ട് ഇട്ടുകൊണ്ട് ഈ രീതിയിൽ കിടക്കേണ്ടി വരും. ഈ രീതിയിൽ കിടന്നു കഴിഞ്ഞാൽ എവിടെ കിട്ടും? സൗത്ത് വെസ്റ്റ് കിട്ടും. ഇത് വീടിന്റെ മൊത്തത്തിൽ, റൂമിന്റെ മൊത്തത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് വെസ്റ്റ് ഗ്രൂപ്പുകാരെന്നാണ് ഇവരെ പറയുന്നത്. ഈ വെസ്റ്റ് ഗ്രൂപ്പുകാർക്ക് ഈ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് തലവെച്ച് കിടക്കാവുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ കുവാ നമ്പർ അനുസരിച്ച്, ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് അവരുടെ വീടിന്റെ റൂമുകളും കിടക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. നമുക്ക് ഫെങ്ഷുയുടെ ചില ടൂളുകൾ നോക്കാം. ഒരു ആൾ ഫോൺ ചെയ്ത് ചോദിക്കുന്നു, സർ എനിക്ക് ഫെങ്ഷുയെ പറ്റി ഞാൻ കേട്ടു, എനിക്ക് കുറെ വിശ്വാസങ്ങൾ വന്നിട്ടുണ്ട്. ഫെങ്ഷുയുടെ എന്തെങ്കിലും ഒരു ടൂൾ വാങ്ങിച്ച് എനിക്ക് വീട്ടിൽ വെച്ചാൽ കൊള്ളാവുന്നുണ്ട്, ഞാൻ ഏത് ടൂൾ വാങ്ങിക്കട്ടെ? ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. ഇത് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു ബുദ്ധയാണ്. ഇത് നിങ്ങളുടെ സ്വീകരണ മുറിയിൽ വെക്കുക, പ്രധാന ഡോറിൽ നിന്ന് കാണുന്ന രീതിയിൽ വെക്കുക. ഇതിന്റെ പാദങ്ങൾ വാതിലിലോട്ട് പോകാതെ ഒരു അല്പം ടിൽറ്റ് ചെയ്ത് വെക്കുക. ഇതിനെ ട്രാവലിംഗ് ബുദ്ധ എന്നാണ് ഇതിന്റെ പേര് പറയുന്നത്. ഇനി അതിന്റെ തന്നെ മറ്റൊരു രീതിയാണ്, ഇതിനെ ഡ്രാഗൺ ടർട്ടിലിന്റെ ബുദ്ധ, അതായത് ഡ്രാഗന്റെ ഹെഡ്, ടോർട്ടോയ്സിന്റെ ബോഡി, അതിന്റെ മുകളിൽ ലാഫിൻ ബുദ്ധ ഇരിക്കുന്നു. ഇത് എങ്ങോട്ട് നോക്കി വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാഫിൻ ബുദ്ധ വാതിലിലോട്ട് നോക്കാം, പക്ഷെ ഡ്രാഗന്റെ ഹെഡ് വാതിലിലോട്ട് വരാൻ പറ്റത്തില്ല. ഇത് ഫെങ്ഷുവിൽ 2 ഡയറക്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന് സൗത്ത് ഈസ്റ്റ് വെൽത്തിന് വേണ്ടിയും നോർത്ത് കരിയറിന് വേണ്ടിയും ഈ 2 ഡയറക്ഷൻസിൽ ഇത് വെക്കാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് വിജയം ഉണ്ടാവാനായിട്ട് നിങ്ങളുടെ സ്വീകരണ മുറിയുടെ അല്ലെങ്കിൽ ഓഫീസ് മുറിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ സൗത്ത് ഡയറക്ഷനിൽ ഇത്തരത്തിലുള്ള ഒരു വിക്ടറി ഹോഴ്സ് വെക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിക്ടറി ഹോഴ്സ് പുറത്തേക്ക് ഓടുന്ന രീതിയിൽ ഇതിനെ വെക്കാൻ പാടില്ല. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.